എടി നീ കാര്യം പറ എന്തോന്നു. അതിപ്പോ ഞാൻ എങ്ങനെ പറയാ? നീ ഒന്ന് വാ തുറന്ന് പറയണണ്ടാ. ആ പറയാം. അതെ, സ്കൂളിലെ സ്പോർട്സ് മീറ്റിന് നമ്മുടെ കമ്പനി ട്രോഫിയും ക്യാഷ് പ്രൈസും ഒക്കെ സ്പോൺസർ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. അതെ, നമ്മുടെ കമ്പനിയാണ് സ്പോൺസർ ചെയ്യണത്. പക്ഷെ അത് സുരഭി പിക്കിൾസിന്റെ പേരിലായിരിക്കും. ആ പക്ഷെ അതിപ്പുണ്ടല്ലോ, അതെന്റെ പേരിലാണ് വന്നേക്കുന്നത്. നിന്റെ പേരില്ല? അതെങ്ങനെ വന്നു? പത്രത്തിൽ വിത്തുമായി ഫോട്ടോ. എടി, അമ്മ പറഞ്ഞ കാര്യം മാറ്റാൻ നിന്റെ അടുത്ത് ആര് പറഞ്ഞത്? ഞാനൊന്നും അറിഞ്ഞില്ല. ലക്ഷ്മി, നീ അറിയാതെ പിന്നെ നിന്റെ ഫോട്ടോയും പേരും ഒക്കെ പത്രത്തിൽ പറഞ്ഞത്? എനിക്ക് അറിഞ്ഞൂടാ. ഒരു ഒറ്റ വീക്ക് അങ്ങോട്ട് വെച്ചെന്നോട്ടല്ല. ഞാൻ ഇനി അമ്മയുടെ അടുത്ത് എന്തോന്ന് പറയും? കുഞ്ഞെ, ഓ കൊച്ചമ്മ അവിടെ കാത്തിരിക്കുന്നു, വരണം. ഞാൻ വരാം. എടി, ഞാൻ പോയിട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ നിനക്ക് തരാം. പോയിട്ട് വരുവേ. എന്തു പറ്റിയത്? ഇനി പറ്റൊന്നുമില്ല. അതെന്തോന്ന്? എന്തിനാ ഇതൊക്കെ തിന്നുന്നത്? ഓരോ എണ്ണങ്ങൾ ഇവിടെ കിടക്കുന്നു. പോട്ടമ്മ, ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ വഴക്ക് വേണ്ട. പോട്ടമ്മേ, ഇതിന്റെ പേര് വഴക്ക് വേണ്ടെന്ന് കാണിച്ച വൃത്തിയോടെ തന്നാ ഇത്. ഞാന് ചന്ദ്രഹാസൻ കമ്പനിയുടെ പേരിലും സുരഭി പിക്കിൾസിന്റെ പേരിലും കൊടുക്കുന്ന പരസ്യം അവള് കൊടുത്തതായിട്ട് കാണിക്കുക. അതൊക്കെ പോരാഞ്ഞിട്ട് എന്തെന്ന് അവളുടെ അമ്മയുടെ പേര് സുനീത മേനോൻ, അവരാണെന്ന് ചക്രം മുടക്കിയിരിക്കുന്നത്. എന്നെ കൊണ്ട് മതി, കൊണ്ട് വെയ്യ അവിടെ. വേണ്ടാതെ വെക്കുന്നവർ മര്യാദക്ക് ഇരിക്കാൻ സമ്മതിക്കില്ല. ഓ വന്നാ? നീ ഇന്നത്തെ പത്രം കണ്ടോടാ? കണ്ടില്ല, പക്ഷെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ? നോക്ക്, എന്റെ പെണ്ണും പിള്ളേരുടെ പടം വന്നിട്ടുണ്ട്. സുനീത മേനോന്റെ മകൾ ലക്ഷ്മി പ്രസവാണെന്ന് സ്കൂളിലെ സ്പോർട്സ് ഇവന്റ് സ്പോൺസർ ചെയ്യുന്നത്. അമ്മ, സത്യമായിട്ട് ഇത് ഞാൻ അറിഞ്ഞുകൂടാത്ത കാര്യമാണ്. അല്ലെങ്കിൽ എന്താ അറിയുന്നു? അമ്മ, അണ്ണ ഒന്നും ചെയ്ത് കാണൂല അമ്മ. എടി കൊച്ച, നീ അത് കണ്ടതല്ലേ? ഇതൊന്നും പോരാഞ്ഞിട്ട് സുനീത മേനോനാണ് സ്പോൺസർ ചെയ്തത് അവക്ക് വേണ്ടിയിട്ട്. എന്റെ കമ്പനിക്ക് വേണ്ടി, ചന്ദ്രഹാസൻ കമ്പനിക്ക് വേണ്ടി, സുരഭി പിക്കിൾസിന് വേണ്ടിയിട്ട് ഞാൻ പൈസ മുടക്കി ചെയ്യാൻ പറഞ്ഞ പരിപാടിയായത്. ഇവനെയല്ല ഞാനെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചത്. അമ്മ, സത്യം ഞാൻ അറിഞ്ഞില്ല. ഇനിയിപ്പൊ അമ്മ തന്നെ പറ, ഞാൻ എന്തോന്ന് ചെയ്യണം? എന്തോന്ന് ചെയ്യണമെന്നോ? മര്യാദക്ക് നിന്റെ പെണ്ണുപിള്ളടുത്ത് കാര്യങ്ങൾ പറയണം, മനസ്സിലായോ? പറയാം. ഞാൻ എന്താ പറഞ്ഞത്? ആ സാറിന്റെ അടുത്ത് എല്ലാം കൊടുക്കുമ്പോ നീ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞോ ഇല്ലേ? അപ്പൊ നീ അറിയാതെ എങ്ങനെയാ ഇത് പോയത് ഇങ്ങനെ? അയ്യോ, ഞാൻ അങ്ങനെ തന്നെയാണ് കൊടുത്തത്. ഇതെങ്ങനെ മാറിയെന്ന് എനിക്ക് അറിഞ്ഞൂടമ്മ. അപ്പൊ നിന്റെ സാറും കൊള്ളാം. ആ പത്ര ഓഫീസിൽ ഈ സെക്കൻഡ് വിളിക്കണം. വിളിച്ചിട്ട് മര്യാദയ്ക്ക് നാളെ നേരെ വെളുക്കുമ്പോ ഇറങ്ങുന്ന പത്രത്തിനകത്ത് കൃത്യമായ വാർത്ത സത്യസന്ധമായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ അച്ചടിച്ചു വരണമെന്ന് പറയുക. ചെയ്യിക്കാം. എന്റെ ഭാര്യ എത്തിയടാ? അവള് മുറിയിലുണ്ട്. കാണും, അവിടെ കാണും, ഒളിച്ചിരിപ്പുണ്ടായിരിക്കും. എപ്പോഴെങ്കിലും എന്റെ മുമ്പിൽ വരും. വെറുതെ വിടുമെന്ന് എന്റെ പൊന്നോ വിചാരിക്കല്ലേ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയട്ടെ? അയ്യോ, പിന്നെ വിളിച്ച് പറയണ്ട, പോയി പറയണ അങ്ങോട്ട്. ഒരു നടക്കുന്നു ഒന്നും അറിയാൻ വയ്യാതെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.